So hello guys, welcome to Evolve Robotics. ഇതൊരു ന്യൂ പ്ലേലിസ്റ്റ് ആയിരിക്കും ഓൺ RTOS അഥവാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, സോ ഒരു എൻജിനീയറിൻ്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല എഫിഷ്യൻറ്റും അത്യാവശ്യം കണ്ടൻറ്റും ഉള്ളൊരു കൺസെപ്റ്റാണ് RTOS അഥവാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇത് വീഡിയോ 0. I will teach you the basics needed to know RTOS in depth. Okay, RTOS എന്ന് പറയുന്നത്, as you know, it is a type of OS, right? So we have to start with what an OS is. ഇപ്പം ഞാൻ ഒരു ചോദ്യം ഒരാളോട് ചോദിച്ചു, OSനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അപ്പോൾ എനിക്ക് മെയിനായിട്ടും വന്ന ആൻസർ എന്ന് പറയുന്നത് വിൻഡോസ്, ലിനക്സ്, ആപ്പിൾ അല്ലെങ്കിൽ iOS ആൻഡ് ആൻഡ്രോയിഡ്, ഇതൊക്കെ OS അല്ലേ എന്നാണ്. കറക്റ്റ്, ദീസ് ആർ ഓൾ OS. ബട്ട് ലെറ്റ് മീ റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ. സോ ഐ വിൽ ആസ്ക്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് an OS in the system? What does it give? How does it work? Then everyone will go blank because they don't know what these OS systems work. Okay, so in this video 0, I will be teaching you about the base of OS. Normal user gives an input to the applications or the computer, consider anything. So we give the input and we need an output respective to the input, right? സോ നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടാൻ ഹാർഡ്വെയർ വർക്ക് ചെയ്യണം. യൂസറും ഹാർഡ്വെയറും ആപ്ലിക്കേഷനും തമ്മിലൊരു ലിങ്ക് ഉണ്ടാവും, ഇല്ലേ? ഈ ലിങ്ക് അല്ലെങ്കിൽ അഥവാ ഈ ബ്രിഡ്ജ്, ഓക്കെ, ഈ ബ്രിഡ്ജിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഹാർഡ്വെയറും സിസ്റ്റം റിസോഴ്സസും മാനേജ് ചെയ്യുകയും ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതായത് ഒരു കോർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറിൻ്റെയും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസറിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിൻ്റെ യൂസ് എന്നാന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടുക, മാനേജ് ഹാർഡ്വെയർ, റണ്ണിങ് പ്രോഗ്രാംസ്, ഓഫറിങ് സർവീസസ്. ഓക്കെ, ദീസ് ഓൾ ആർ ഡൺ ബൈ ദ OS. ഒരു എക്സാമ്പിൾ ഇട്ടുണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് വർക്കറായിട്ട് കൂട്ടുക, ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമറായിട്ട് കൂട്ടുക. അപ്പോൾ OS തന്നെ ആയിരിക്കും. OS വിൽ ബി ദ മാനേജർ who ensures that each and everything works properly. ഓക്കെ, ഇനി കുറച്ച് മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് OSന്. ലൈക്ക് ഇറ്റ് മാനേജസ് ദ CPU മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഏത് പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത് ഷെഡ്യൂൾ ചെയ്യും. കോൺടാക്ട് സ്വിച്ചിങ് ഉണ്ട്, അതായത് ഇപ്പോൾ ഒരു പ്രിയോറിറ്റി കൂടിയ ഒരു പ്രോഗ്രാം വന്നു, നിലവിലൊരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ OS ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. കോൺടാക്ട് സ്വിച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് OS ആയിരിക്കും. അതായത് ഇപ്പോഴത്തെ പ്രിയോറിറ്റി കുറഞ്ഞ പ്രോഗ്രാം മാറി നിൽക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ, അതിന് പകരം ഇപ്പോൾ പുതിയതായിട്ട് വന്ന പ്രിയോറിറ്റി കൂടിയ പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഇതിനെയാണ് ഇത് കോൺടാക്ട് സ്വിച്ചസ് എന്ന് പറയുന്നത്, കോൺടാക്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സോ പിന്നെ പറയുന്നത് മാനേജ് മെമ്മറി. ഓക്കെ, മെമ്മറി മാനേജ്മെൻറ്റ്, ലൈക്ക് OS അലോക്കേറ്റ്സ് RAM ടു ദ പ്രോഗ്രാം ഐസൊലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളത് IO ഡിവൈസസ്. ഉള്ള എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ടുള്ള IO ഡിവൈസസ്, ഡ്രൈവേഴ്സ്, ഇൻട്രപ്റ്റ്സ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് OS ആയിരിക്കും. പിന്നെ മാനേജ് ഫയൽസ് ആൻഡ് സ്റ്റോറേജ്. ഒരു ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് OS. ബേസിക് ഫയൽ ഓപ്പറേഷൻ ലൈക്ക് റീഡ്, ക്രിയേറ്റ്, റൈറ്റ്, ഡിലീറ്റ്, റീനെയിം ഒക്കെ OSൻ്റെ ഫങ്ഷൻസ് ആണ്. ആൻഡ് ദർ ഈസ് പ്രൊവൈഡ് സർവീസസ് ടു ആപ്ലിക്കേഷൻസ്, ഓഫർ സിസ്റ്റം കോൾസ്, ഇറ്റ് പ്രൊവൈഡ്സ് ലൈബ്രറീസ്, അബ്സ്ട്രാക്ഷൻസ് ആൻഡ് എവറിത്തിങ്. സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷനും ഉണ്ട്, ലൈക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജിങ് യൂസർ അക്കൗണ്ട്സ്, പെർമിഷൻസ്, ആക്സസ് കൺട്രോൾസ് ആൻഡ് റിസോഴ്സ് അലോക്കേറ്റിംഗ്. CPU ടൈം ട്രാക്ക് ചെയ്യും, IO യൂസേജസ്, കോട്ടാസ്, ബില്ലിങ്സ് ഇൻഫോർമേഷൻ ഇൻ സർവർ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് OS ആണ്. അതായത് ഒരു OSൻ്റെ വർക്കിംഗ് കാരണമാണ് ഹാഫ് ഓഫ് ദ സിസ്റ്റം ഹാർഡ്വെയർ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാൻ പറ്റുന്നത്. ഹാഫല്ല, ഫുള്ളി സിസ്റ്റം ഹാർഡ്വെയർ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് നമുക്ക് തരാൻ കാരണം OS ആണ്. ഓക്കെ, OS എന്തിന് യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു നോക്കാം. ലൈക്ക് വിത്ത് എക്സാമ്പിൾസ് ലൈക്ക്. ഓക്കെ, സോ ഹാർഡ്വെയർ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഒത്തിരി കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ലൈക്ക് CPU എക്സിക്യൂട്ട്സ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ്, RAM നീഡ് അഡ്രസ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇല്ലേ? ഡിസ്ക് എങ്ങനെ വർക്ക് ചെയ്യണേ, IO വേണം, വിയർ ലെവലിംഗ് വേണം, ബഫറിങ് വേണം, ഡിസ്ക് ആൻഡ് ഫ്ലാഷസ്. പിന്നെ പെരിഫറൽസ് ഉണ്ട്, GUI, GPU, NIC, പ്രിൻറ്റേഴ്സ്, ഇതൊക്കെ ഡിവൈസസും ഡ്രൈവേഴ്സും സ്പെസിഫിക് പ്രോട്ടോകോൾസും ഉണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെ OS എങ്ങനെ ഹെൽപ്പ് ചെയ്യും? OS ഇതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ ഡിവൈസ് ഡ്രൈവേഴ്സ് ഇല്ലേ,
ഇതൊക്കെ പാർട്ട് ഓഫ് OS ആണ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ ഈ OSന് കഴിയും. പിന്നെ ഉള്ളത് കുറേ അബ്സ്ട്രാക്ട് ലെയർ ഉണ്ട്, ലൈക്ക് ഫയൽ സോക്കറ്റ് പ്രോസസ്സേഴ്സ്. സോ അതുകൊണ്ട് ഒരു ആപ്പിന് ഡയറക്റ്റായിട്ട് ഈ ഹാർഡ്വെയർ രജിസ്റ്റേഴ്സ് ഡയറക്റ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതൊക്കെ OS ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റെബിലിറ്റി, നേരത്തെ പറഞ്ഞല്ലോ, പ്രൊട്ടക്ട്സ് ദ പ്രോഗ്രാമിന്. അത് ലിറ്ററലി ഐസൊലേറ്റ് ചെയ്ത് കളയും ഓരോ പ്രോഗ്രാംസ്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ക്രാഷ് ആവാതെയും അടുത്ത പ്രോസസ്സിൻ്റെ മെമ്മറി കറപ്റ്റ് ആകാതെയും നമ്മുടെ OS ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് റൺ മൾട്ടിപ്പിൾ പ്രോഗ്രാം സ്മൂത്ത്ലി, അല്ലേ? കൺസിഡർ ചെയ്യുക, കുറേ പ്രോസസ്സ് ഒറ്റയടിക്ക് നമുക്ക് മാനേജ് ചെയ്യണം. ലൈക്ക് ബ്രൗസർ നോക്കണം, മ്യൂസിക് പ്ലേ ചെയ്യണം, ഫയൽ ഡൗൺലോഡ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ആപ്പ് വർക്ക് ആവണം. ഇതെങ്ങനെ ചെയ്യും? ഇപ്പോൾ OSന് കുറച്ച് മെക്കാനിസംസ് ഉണ്ട്, ലൈക്ക് പ്രോസസ് ആൻഡ് ത്രെഡ് മോഡൽ. ഓക്കെ, ഇത് പ്രോസസ്സിനെ ഐസൊലേറ്റ് ചെയ്യും, ത്രെഡ് മെമ്മറിയുടെ ഉള്ളിൽ നിന്ന് ഷെയർ ചെയ്യും. പിന്നെ ഷെഡ്യൂളർ ഉണ്ട്, ഏത് പ്രോസസ്സ് എപ്പോൾ വർക്ക് ചെയ്യണം. ഓക്കെ, അതിന് കുറേ അൽഗോരിതംസും ഉണ്ട് ഈ ഷെഡ്യൂളറിന്, ലൈക്ക് റൗണ്ട് റോബിൻ, പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ്, റിയൽ ടൈം ഷെഡ്യൂളിംഗ്, എക്സെട്ര. കോണ്ടാക്ട് സ്വിച്ചിങ് ഉണ്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ പ്രിയോറിറ്റി പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈ പ്രിയോറിറ്റി ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ നിലവിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഹൈ പ്രിയോറിറ്റി റണ്ണാക്കും. പിന്നെ ഉള്ളത് പ്രിയംഷൻ. ഓക്കെ, ഹയർ പ്രിയോറിറ്റി അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഡ്രിവൺ ടാസ്ക്സ് ഒക്കെ ഇത് കാരണം OS ആയിരിക്കും റൺ ചെയ്യുന്നത്. ടു മാനേജ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഓക്കെ, ഒരു ഫയൽ വിത്തൗട്ട് ആൻ OS ഇറ്റ് ജസ്റ്റ് റോ ഡേറ്റ ആയിട്ട് ഹാർഡ്വെയറിൽ കിടക്കും അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ആവും. ഓക്കെ, വിത്തൗട്ട് ആൻ OS വി കാൺട്ട് സേവ് ദ ഫയൽ, വി കാൺട്ട് ഓർഗനൈസ് ഫോൾഡേഴ്സ്, ഡിലീറ്റും റീനെയിമും റീഡും റൈറ്റും. OS ഇല്ലാണ്ട് ഇതൊക്കെ ഒരു മെസ് ഓഫ് ബൈനറി നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒരു OS എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? ഇവിടെ ഒരു ഹൈറാർക്കിക്കൽ ഡയറക്ടറീസ്, ഫയൽ നെയിംസ്, മെറ്റാ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യും. പെർമിഷൻസ് അലോ ചെയ്യും, ലൈക്ക് റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻസ്. പിന്നെ ബഫറിങ്, ക്യാച്ചിങ് ടു ഇംപ്രൂവ് പെർഫോമൻസ്, കൺസിസ്റ്റൻസി മെക്കാനിസംസ്, സപ്പോർട്ട് ഫോർ ഡിഫറെൻറ്റ് ഫോമാറ്റ്സ്. ഇതൊക്കെ OS പ്രൊവൈഡ് ചെയ്യും. OS ഇല്ലാത്ത പക്ഷം ഇതൊക്കെ ഒരു റോ ബൈറ്റ് ഡേറ്റ ആയിട്ട് ഡിസ്കിലോ മെമ്മറിയിലോ കിടക്കും. Applications would need to implement their own indexing, protections, steering rules. So in higher scale, it is impossible to do that. പിന്നെ ഉള്ളത് ടു കൺട്രോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. OS കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിൻ്റർ, USB എല്ലാ ഡിവൈസും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇറ്റ് യൂസസ് ഡിവൈസ് ഡ്രൈവേഴ്സ് ടു ഓപ്പറേറ്റ്, അല്ലേ? സോ ഇന്ന് കീബോർഡിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ OS debounces key, translates scan codes to characters, supports multiple layouts. മോണിറ്ററിൻ്റെ കേസിലാണെങ്കിൽ OS coordinates frame buffers, GPU drivers, window composition. ഇപ്പോൾ USB-യുടെ കേസിലാണെങ്കിൽ OS negotiates power, class type drivers, mass storage, മെസ്സേജിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസർ പെർമിഷൻസ്, ഇതൊക്കെ OS തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് കിടന്നാലോ, വിത്ത് ഓർ വിത്തൗട്ട് OS. സോ കൺസിഡർ ദ ഫോൺ. വി ഹാവ് വിത്ത് OS ആൻഡ് വിത്തൗട്ട് OS. വിത്ത് OS എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണില്ലേ, അതായത് സാംസങ്, ഐഫോണൊക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ലേ? കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, കുറേ അറ്റ് എ ടൈമിൽ കുറേ പ്രോഗ്രാംസ് റൺ ചെയ്യാം, ലൈക്ക് യൂട്യൂബ് ചെയ്യാം, വാട്സപ്പ്, സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. പിന്നെ ഒരു കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യാം, ഇൻ്റർനെറ്റ്, ക്യാമറ, മാനേജ്, സ്റ്റോറേജ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ പഴയ റോട്ടറി ലാൻഡ് ലൈൻ ഫോണോ, ദാറ്റ് ഈസ് ഓൾസോ എ ഫോൺ, റൈറ്റ്? ബട്ട് ഒരു ഓൺലി കോളിംഗ്. ഓക്കെ, നോ ആപ്സ്, നോ മൾട്ടി ടാസ്കിങ്, സിമ്പിൾ ഫേംവെയർ തന്നെ ആയിരിക്കും അത് റൺ ചെയ്യുന്നത്. യു നോ, റൈറ്റ്? പിന്നെ ഒരു കേസ് അടുത്തത്, വിത്ത് ഓർ വിത്തൗട്ട് OS ഉള്ള വാച്ച്. ഓക്കെ, വിത്തൗട്ട് OS ഉള്ളൊരു അനലോഗ് വാച്ച് നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. സോ ടൈമും മാക്സിമം പോയ ഡേറ്റും കാണിക്കും, അല്ലേ? ഫിക്സ്ഡ് ഓപ്പറേഷൻസ് ആയിരിക്കും, ഒരു ആപ്പോ അപ്ഡേറ്റോ അതിന് അവൈലബിൾ അല്ല. ഒരു OSൻ്റെ കേസിലും വിയർ OS അല്ലെങ്കിൽ വാച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു OS ഉണ്ടാവും. അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻസ് കാണിക്കാം, ഹേർട്ട് റേറ്റ്, GPS, ഫിറ്റ്നസ് ട്രാക്കിങ്, ബ്ലൂടൂത്തും വൈഫൈ കണക്ഷൻ വരെ പോസിബിളാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വിയർ OS ഓർ വാച്ച് OS. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് OS എക്സാമ്പിളിലേക്ക് കിടക്കാം. OS കുറേ തരത്തിലുണ്ട്. നമ്മുടെ ഈ പ്ലേലിസ്റ്റ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ RTOS, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതല്ലാണ്ട് ഇനിയും ഇഷ്ടം പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, ലൈക്ക് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ഒറ്റ ലൂപ്പ്, എല്ലാം ലൂപ്പ് ചെയ്ത് ഒറ്റയിലേക്കിടും. ഏർലി മെയിൻ ഫ്രെയിം സിസ്റ്റമാണ്. വിത്തൗട്ട് യൂസർ ഇൻട്രാക്ഷനിൽ ഈ ഇത്രയും ബാച്ച് ജോബ്സ് കയറ്റിയിടുമ്പോൾ അതിങ്ങനെ ലൂപ്പ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കും.
ഓക്കെ. പിന്നെ ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടിപ്പിൾ യൂസേഴ്സിന് ടൈം ഷെയർ ചെയ്ത് CPU ടൈം ഷെയർ ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. മോഡേൺ യൂണിക്സും ലിനക്സ് സിസ്റ്റമൊക്കെ ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്, ലോക്കസ് അമീബയൊക്കെ പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ എക്സാമ്പിളാണ്. കുറേ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്ത കമ്പ്യൂട്ടേഴ്സ് ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് സെർവർ, ലിനക്സ് സെർവർ, നെറ്റ്വർക്ക് റിസോഴ്സസ് ലൈക്ക് ഷെയറിംഗ്, പ്രിൻറ്റിംഗ്, സെക്യൂരിറ്റി, കമ്മ്യൂണിക്കേഷൻ ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ട് തന്നെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ക്വിക്ക് പ്രെഡിക്റ്റബിൾ റെസ്പോൺസ് ടൈം. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുമ്പോൾ ആദ്യം വരേണ്ട സാധനം ഡെഡ് ലൈനും ടൈമും ആയിരിക്കും. എപ്പോഴും ക്രിട്ടിക്കൽ ടൈം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെഡ് ലൈൻ ടൈം ഇതിൽ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പ്രിയോറിറ്റി കൂടിയ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടേണ്ട ഔട്ട്പുട്ട് പിന്നെ കിട്ടിയിട്ട് ഒരിക്കലും കാര്യമില്ല, അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓപ്പൺ സോഴ്സ് ഫ്രീ അവൈലബിൾ ഉണ്ട്, ഫ്രീ RTOS ആൻഡ് ഓപ്പൺ സോഴ്സ് അവൈലബിൾ RTOS സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ നമുക്ക് കയറിയ ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ VxWorks ഉണ്ട്. ദീസ് ആർ ഓൾ RTOS സിസ്റ്റംസ്. സോ ഏകദേശം ഒരു ബേസിക് OSൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ OSൻ്റെ യൂസ് എന്താണ്, OSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, OS എന്തിനാണ് OS നമ്മൾ യൂസ് ചെയ്യണം, ഫോർ ജസ്റ്റ് എക്സാമ്പിൾസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് OSൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത വീഡിയോ RTOSൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.